ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ കുഞ്ഞൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ കഞ്ഞിയൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിയും കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് എല്ലാ കൊല്ലവും നമ്മൾക്ക് വീട്ടിലേക്ക് പകർച്ച കഞ്ഞിയും ചോറൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ തന്നെ നമ്മളവിടെ പോയി കുടിക്കാറുമുണ്ട്. അപ്പോൾ എത്ര നമ്മൾ വീട്ടിൽ കിട്ടിയാലും അവിടെ പോയി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ എല്ലാ കൊല്ലവും നമ്മൾ ഒരു തുടക്കത്തിലേ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 9 മണി മുതലേ അവിടെ കഞ്ഞി കൊടുക്കും. അപ്പോൾ നമ്മൾ പോയപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് വന്നു. പിന്നെ നമുക്ക് പാസ് കിട്ടിയിട്ടുണ്ട്. വീട്ടിലേക്ക് നമുക്ക് കഞ്ഞിയും ചോറൊക്കെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. നമ്മൾ ആനയോട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. പറ്റണ പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പറ്റണ പോലെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനെ ഇന്ന് പരീക്ഷയുള്ള കാരണം അവൻ പോയി. അപ്പോൾ നേരത്തോട് കൂടിയിട്ട് നമ്മൾ പണികൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്നത് ഈ ഒരു മരപ്രഭുവും ഗുരുവായൂർ കേശവനൊക്കെ ഇല്ലേ ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ വണ്ടി നിന്നത്. അപ്പോൾ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂട്ടിയിലാണ് വന്നത്. അതവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും വെച്ചും കൂടി ഇവിടെ കാത്തു നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കൂടെ ആനകളൊക്കെ ഇങ്ങനെ പോണ കണ്ടു. അപ്പോൾ കുറേ പേര് ഇതാ കഞ്ഞി കുടിക്കാനായിട്ട് ഇതാ ഓടുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. കാര്യം ഞങ്ങൾ ആദ്യമൊക്കെ ആ ഒരു കഞ്ഞി കുടിക്കുന്നതിൻ്റെ അവിടെയാണ് കേട്ടോ. ആ സൈഡിൽ കൂടെ കയറിയിട്ടായിരുന്നു വരി. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റോഡ് സൈഡിൽ കൂടെ, അതായത് കേശവൻ്റെ ആണ്ടല്ലേ ഈ ഒരു മരപ്രഭുവിൻ്റെ ഈ ഒരു റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് വേണം അപ്പുറത്താണ് കേട്ടോ നമ്മൾ ഒരു ക്യൂവിലേക്ക് പോകേണ്ട ആ ഒരു വഴിയുള്ളത്. അപ്പോൾ കുറച്ചൊന്ന് ചുറ്റി നടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ട് ക്യൂവിൽ നിന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കഞ്ഞി കുടിക്കാനായിട്ട് അവർ കയറ്റുന്നുണ്ട് കേട്ടോ. അധികം നേരമൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ കുറേ പേർക്ക് ഇത് അറിയണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇത് പ്രാവശ്യമാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത്, ഇങ്ങനെ ചുറ്റി വളഞ്ഞ് വന്നിട്ടുള്ള ഒരു പരിപാടി. അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ചില ആൾക്കാരൊക്കെ ചാടി വരണമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് കഞ്ഞിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിക്കാനൊക്കെ ആയിട്ട് കയറി. നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി കഞ്ഞിയും അതുപോലെ തന്നെ നല്ല പുഴുക്കും പിന്നെ കുറച്ച് ശർക്കരയും തേങ്ങാക്കൊത്തും പിന്നെ നമ്മുടെ പപ്പടവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല നമ്മുടെ വാവിലയുടെ കയ്യിലോണ്ടൊക്കെ നമ്മൾ കോരിയിട്ട് കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഞ്ഞി കുടിക്കാനുള്ള ഒരു പ്ലായിലക്കയിൽ കുപ്പന്താണ് കേട്ടോ അവിടെ ആൾക്കാരൊക്കെ ഇരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോന്നു കേട്ടോ. ചേട്ടനൊരു ഓട്ടം വന്നപ്പോൾ പെട്ടെന്ന് തന്നെ പോന്നു. അപ്പോൾ അധികം ഒന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല. പോണ വഴിക്കിതാ ഞങ്ങൾ ഒരു ചെടിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വിൻകയുടെ വെറൈറ്റി ഉണ്ടാകാൻ നോക്കിയിട്ട് കയറിയതാണ്. അപ്പോൾ അത് കിട്ടിയില്ല. പകരം നമുക്ക് ഒരു എന്താ പറയുക, ഏതൊരു ചെടി, ഇതിൻ്റെ പേര് ഞാൻ മറന്നു, ബ്രൈഡൽ ബൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചെടി, അത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും